നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തിയാൽ സദാചാര ഗുണ്ടകളെയും ക്രിമിനൽ സംഘങ്ങളെയും കാണാൻ കഴിയും. തനിച്ചെത്തുന്ന കമിതാക്കളെയും പങ്കാളികളെയും ലക്ഷ്യമിട്ടാണ് ഇവരുടെ ആക്രമണം. പല ഭീഷണിപ്പെടുത്തി പണം തട്ടുക, അതല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസം നടത്തുക. പലരും മാനഹാനി കാരണം പരാതിപ്പെടാൻ പോലും തയ്യാറാകാറില്ല. കാസർഗോഡ് ബേക്കൽ കോട്ടയിൽ സമാനമായൊരു സംഭവം ഉണ്ടായി. ബേക്കൽ കോട്ട കാണാനെത്തിയ യുവാവിനും പെൺസുഹൃത്തിനും നേരെയായിരുന്നു അതിക്രമം. മോട്ടോർ ബൈക്കിലെത്തിയ 4 അംഗ സംഘം യുവാവിനെയും യുവതിയെയും ആക്രമിച്ച് സ്വർണവും പണവും തട്ടിയെടുത്തു. സംഭവത്തിൽ 3 പേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ സംഘം സമാന രീതിയിൽ നേരത്തെയും ബേക്കൽ കോട്ട കേന്ദ്രീകരിച്ച് ഗുണ്ടായിസവും പിടിച്ചുപറിയും നടത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. KV ബൈജു ചേർന്നുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. ബൈജു, ഈ യുവാവിനെയും പെൺസുഹൃത്തിനെയും കേന്ദ്രീകരിച്ചായിരുന്നു, അവർക്ക് നേരെയായിരുന്നു അതിക്രമം ഉണ്ടായത്. ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് പണവും സ്വർണവും തട്ടിയെടുത്തു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഒരു സദാചാര ഗുണ്ടായിസമാണോ? ടോമെ, തീർച്ചയായും ആ രീതിയിലും പോലീസ് പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായും ഇത്തരത്തിൽ ഈ സംഭവം തന്നെ നമുക്ക് പരിശോധിച്ചാൽ ഇവർ 19 വയസ്സുള്ള ഒരു നാരമ്പാടി, അതായത് കാറെടുക്ക നാരമ്പാടി സ്വദേശിയായ 19കാരനും ഇയാളുടെ പെൺസുഹൃത്തായ 19കാരിയുമാണ് ഇത്തരത്തിൽ ബേക്കൽ കോട്ടയിൽ എത്തിയത്. ഇതാണ് കൃത്യമായി ഇവർ മുതലെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ഭീഷണിപ്പെടുത്തി, അതുപോലെ തന്നെ ഇവരിൽ നിന്നും കാറിൽ നിന്നും വരെ വലിച്ചിറക്കി കവർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. യുവാവിന്റെ കയ്യിലെ സ്വർണ്ണ ചെയിനും ഒപ്പം യുവതിയുടെ ബാഗിലുണ്ടായിരുന്ന 5000 രൂപയാണ് ഇത്തരത്തിൽ കവർ ചെയ്തത്. ഒരു ബൈക്കിലെത്തിയ 4 അംഗ സംഘമാണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. ഉടൻ തന്നെ ഇവർ പോലീസിന് വിവരം അറിയിച്ച പ്രകാരം 3 പേരെ ബേക്കൽ പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പള്ളിക്കര സ്വദേശി അബ്ദുൾ വാഹിദ്, ബേക്കൽ ഹദാദ് നഗറിലെ അഹമ്മദ് കബീർ, മൊവ്വൽ എന്ന് പറയുന്ന സ്ഥലത്ത് കോളനിയിലെ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റ്. ഇതെല്ലാം ഈ ബേക്കൽ കോട്ടയോട് സമീപമായി താമസിക്കുന്നവർ തന്നെയാണ്. ഈ കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. സാദിഖ് എന്ന പ്രതിയാണ്. ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഇതിൽ പ്രധാനമായും ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ബേക്കൽ കോട്ടയിൽ നടന്നിട്ടുണ്ട്. ഇവിടെ വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുക, ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക. പലരും പരാതി പറയാറില്ല. അതുകൊണ്ടാണ് ഇവരെ പിടികൂടാൻ കഴിയാതിരുന്നത്. പോലീസ് നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഈ സ്ഥലമെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ പരാതി നൽകിയതോടുകൂടിയാണ് പെട്ടെന്ന് തന്നെ പോലീസിന് ഇവരെ പിടികൂടാനായത്. 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവർ ഈ നേരത്തെ നിരവധി പേരെ ഇത്തരത്തിൽ ഈ ബേക്കൽ കോട്ടയിലെത്തിയ നിരവധി പേരെ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇവർ പ്രധാനമായും ഈ കമിതാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ സംഘം ഇത്തരത്തിൽ കവർച്ച നടന്നത്. ഇവർ ഒരു ലഹരി മാഫിയ സംഘം കൂടിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും മറ്റ് പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ബേക്കൽ കോട്ട, അതായത് ബൈജു, ഈ ബേക്കൽ കോട്ട കേന്ദ്രീകരിച്ച് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതായി പോലീസ് പറയുന്നുണ്ട്. ഈ സംഘം തന്നെ ഇതേ രീതിയിൽ നേരത്തെയും ഈ കോട്ട കേന്ദ്രീകരിച്ച് ഗുണ്ടായിസവും പിടിച്ചുപറിയും നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും ഇവരുടെ അതിക്രമത്തിനൊക്കെ ഇരയായിരുന്നത് കമിതാക്കളാണ്, അതല്ലെങ്കിൽ തനിച്ചെത്തുന്ന പങ്കാളികളാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ പലരും പരാതിപ്പെടാൻ പോലും തയ്യാറാകാറില്ല. കാരണം മാനഹാനി കാരണം ഇതിന്റെ ദൃശ്യങ്ങൾ എടുക്കും. ഈ ഇവർ ഒന്നിച്ചിരിക്കുന്നതിന്റെ, ഈ യുവാവും പെൺസുഹൃത്തും ഒക്കെ ഒന്നിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളെടുത്തും പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യും. പണവും സ്വർണവും തന്നില്ലെങ്കിൽ ഈ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തും. ഇത്തരം സംഭവങ്ങളാണ് പലപ്പോഴും ഈ സദാചാര ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെയായിരുന്നോ ഇതിനു മുൻപും ഇവർ അതിക്രമം നടത്തിയിരുന്നത്? പക്ഷേ പതിവായി ഇത്തരം അതിക്രമങ്ങളും സദാചാര ഗുണ്ടാക്രമണവും ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ ബേക്കൽ കോട്ടയിൽ പോലീസിന്റെ നിരീക്ഷണം പതിവായി ഉണ്ടാകാത്തത്? നിരീക്ഷണം ഉണ്ടാകാറുണ്ടെങ്കിലും ഈ കാർ പാർക്കിംഗ് ഏരിയയിലാണ് പ്രധാനമായും ഈ സംഘം തമ്പടിക്കുക. ഇത്തരം സ്ഥലങ്ങളിൽ ആണ് ഇവരുടെ ഈ പ്രധാനമായും ഇത്തരത്തിലുള്ള ഈ കവർച്ച നടത്തുക. ഇതിൽ കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉണ്ട് എന്ന ഒരു സംശയവും പോലീസിനുണ്ട്. പ്രധാനമായും ലഹരി മാഫിയ സംഘങ്ങളാണ് ഇവർ ഈ പ്രദേശത്ത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കമിതാക്കളെയാണ്
ഇവർ കൃത്യമായി ലക്ഷ്യമിടുന്നത്. ഇതാകുമ്പോൾ ഇവർ രക്ഷിതാക്കളെ അറിയാതെയാണ് ഈ ബേക്കൽ കോട്ട പോലുള്ള വലിയ വിനോദ ടൂറിസ്റ്റ് സഞ്ചാര മേഖലയിലേക്കൊക്കെ എത്തുന്നത്. ഇവർ പരാതി നൽകില്ല എന്ന ഉറപ്പുള്ള ഒരു ഘട്ടത്തിലാണ് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് CCTV ക്യാമറ ഉൾപ്പെടെ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നു. ഈ CCTV ക്യാമറയിൽ നിന്നാണ് ഈ ബൈക്കിലെത്തിയ സംഘത്തെ പോലീസ് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞത്. ഈ കേസിൽ ഇവർ പോലീസിന് പരാതി നൽകിയും ഇവർ എത്തിയ മോട്ടോർ ബൈക്കിന്റെ നമ്പർ പോലീസിന് കൈമാറുകയും ചെയ്തതാണ് വളരെ എളുപ്പമായത് പോലീസിന് ഈ പ്രതികളെ പിടികൂടാൻ. ഈ സമാനമായ രീതിയിൽ മറ്റ് സംഭവം നടന്നതിനെ കുറിച്ചും പോലീസ് ഇവരിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഇത്തരത്തിൽ സംഭവം നടത്തിയിട്ടുണ്ടോ, ഇത്തരത്തിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ടോ? ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും മൊബൈലിൽ ഇവരുടെ ചിത്രങ്ങൾ പകർത്തുകയും പിന്നീട് ഇവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും ചെയ്യുകയാണ്. പലരും ജീവൻ കൊണ്ടാണ് ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ടവർ രക്ഷപ്പെട്ടു പോകുന്നത്. ഇവർ പരാതി ഒരിക്കലും നൽകില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കമിതാക്കളായി എത്തുന്നവരെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. എന്തായാലും പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കാര്യം നേരത്തെ എടുത്തിരുന്നത്. പക്ഷേ ഈ പ്രതികൾ പരാതി ഇല്ലാത്തതുകൊണ്ട് തന്നെ പോലീസിന് ഒരു പരിമിതി ഇതിലുണ്ടായിരുന്നു. ഏതായാലും ഈ കേസിൽ പരാതി നൽകിയതോടുകൂടിയാണ് ഇവർ ഏതായാലും പിടിയിലാകുന്നത്. ഏതായാലും നമുക്കറിയാം വർക്കല ബീച്ചിലൊക്കെ നേരത്തെ വലിയ തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ടൂറിസം കേന്ദ്രങ്ങളിൽ പല സ്ഥലങ്ങളിൽ സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം പലതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി നൽകാത്തത് തന്നെയാണ് ഇത്തരം സംഘങ്ങൾ ഇത് ചൂഷണം ചെയ്ത് ഇത്തരത്തിൽ പണം കവരുകയും ഒക്കെ ചെയ്യുന്ന സംഭവമുണ്ട്. ഏതായാലും ഈ ബേക്കൽ കോട്ട നമുക്കറിയാം ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കൽ കോട്ടയിൽ സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തും വിദേശത്തു നിന്നുമൊക്കെ നിരവധി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. പോലീസിന് വളരെയേറെ പരിമിതിയുണ്ട് ഈ സ്ഥലങ്ങളിൽ. കാരണം അത്രത്തോളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ്. പ്രധാനമായും മംഗളൂരുവിലെ വിദ്യാർത്ഥികളൊക്കെ ഈ ഇത്തരത്തിൽ ആൺസുഹൃത്തുക്കളുമായി ബേക്കൽ കോട്ടയിൽ കാണേണ്ട വിഷയം. കാരണം ഇത്രയും ലോക ശ്രദ്ധയെ ആകർഷിച്ച ബേക്കൽ കോട്ടയിൽ ഒരു സ്വൈര്യമായി ഒരു വിനോദസഞ്ചാരികൾക്ക് വന്നെത്താൻ സാധിക്കാത്ത, അവരുടെ സമയം ചെലവഴിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് സ്വാഭാവികമായി ടൂറിസത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. ബൈജു തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ പല വിനോദസഞ്ചാര മേഖലകളിലും മംഗലാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മലയാളികളായ യുവാക്കൾക്ക് നേരെ സദാചാര ഗുണ്ട ആക്രമണം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഈ സമീപ ദിവസങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് വിനോദസഞ്ചാര മേഖലയെ മാത്രമല്ല നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ തന്നെ വല്ലാത്ത രീതിയിൽ തകർക്കുന്നുണ്ട്. എത്രത്തോളം ഗൗരവത്തോടെയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്? തീർച്ചയായും ടോമെ, നമുക്കറിയാം നിരവധി സംഭവങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സംഭവത്തിൽ ഏറ്റവും വലിയ മുതലെടുപ്പ് നടത്തുന്നത് ഇത് പരാതി നൽകാതെ ആൾക്കാരെ നോക്കി ഇത്തരത്തിൽ പണം തട്ടുന്നു എന്നാണ്. മറ്റ് കേസുകളിൽ ഇത്തരത്തിൽ ഒരു ആണും പെണ്ണും ഇത്തരത്തിൽ ബീച്ചിലോ മറ്റ് സ്ഥലങ്ങളിലോ പോയാൽ അത് ഇതര മതസ്ഥയിൽപ്പെട്ടവരാണെങ്കിൽ ഏറ്റവും കൂടുതലായി ചോദ്യം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ പിടിയിലായ സംഘം ഈ സംഭവം മുതലാക്കി ഇത്തരത്തിൽ ഇവരിൽ നിന്നും പണം തട്ടുക, അതുപോലെ സ്വർണം കവരുക, പട്ടാപ്പകൽ ഈ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരത്തിൽ നടത്തുക എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം. നമുക്കറിയാം ഈ ബീച്ചുകളിലൊക്കെ പല സ്ഥലങ്ങളിലായി ഇപ്പോൾ കോഴിക്കോട് ബീച്ചായാലും ഇത്തരത്തിൽ നിരവധി പേർ സുഹൃത്തുക്കളായും ഒക്കെ എത്തുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരിൽ നിന്നുള്ള പണം, അതുപോലെ തന്നെ മൊബൈല്, വാച്ച് തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ കവരുക. ഇത്തരം സംഘങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലുണ്ട്. പലരും ഇത് ഒരു ലഹരി മാഫിയ സംഘങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഘങ്ങളാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ലഹരി വിൽപ്പന നടത്തുന്നതും ഇപ്പോൾ പിടിയിലായവരും ലഹരി മാഫിയ സംഘങ്ങൾ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടെ കൂടിയാണ് പോലീസ് കാണുന്നത്. പക്ഷേ ഇതിന് പോലീസ് പറയുന്നത് ഇതിന് പരിമിതിയുണ്ട്. പരാതിയുമായി എത്തിയാൽ മാത്രമേ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ശക്തമായ നടപടി ഇത്തരക്കാർക്കെതിരെ എടുക്കാൻ പറ്റുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇനി ഒരാൾ കൂടി പിടിയിലാകാറുണ്ട്. ഇവർ നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റു കേസുകളിലെ പ്രതിയാണ്. നേരത്തെ മേൽപ്പറമ്പ് പോലീസിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിയപ്പോൾ ഉണ്ടായി. ഏതായാലും ഈ കാര്യത്തിൽ മന്ത്രി റിയാസ് ഉൾപ്പെടെ ഇടപെട്ട് ശക്തമായ ഒരു
നിരീക്ഷണം ഇതിന് ഇല്ലാതാക്കാനുള്ള ഒരു വഴിയും എന്തായാലും ഉണ്ടാകണം. ഇത് സംഭവങ്ങൾ പലതും പുറത്തറിയാതെ ഇത്തരത്തിൽ പലതും സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടി മന്ത്രിയുടെ നേരിട്ട് ഇടപെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇത്തരത്തിൽ നിരീക്ഷണം ഉണ്ടാകണമെന്ന് പറയുന്നത്. നമുക്കറിയാം, ബേക്കൽ കോട്ടയിൽ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ബേക്കൽ കോട്ടയിൽ എത്തുന്നത് പല ഭാഗങ്ങളിൽ നിന്നും. ഇതിൽ എത്ര പേരെ ഇവർ ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിക്രമം നടത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ എന്നാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണ്ടത്. ഏതായാലും ഇവരെ സൂചിപ്പിച്ചതുപോലെ ഇത് ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയ രീതിയിൽ ഭീഷണിയാകുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരും ലഹരി സംഘങ്ങളും അതിക്രമം കാട്ടുമ്പോൾ നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ അത് വല്ലാത്ത രീതിയിൽ തകർക്കും. കാസർഗോഡ് ബേക്കൽ കോട്ടയിൽ ഒന്നിച്ചെത്തിയ യുവാവിനും പെൺ സുഹൃത്തിനും നേരെയായിരുന്നു അതിക്രമം ഉണ്ടായത്. രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടിയെടുത്തു. 3 അംഗ സംഘം പിടിയിലായിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസാണ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് നിയമോപദേശം തേടുകയാണ്. നിയമോപദേശം ലഭിച്ചതിന് ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. പന്തീരാങ്കാവ് കേസ് അസാധാരണമാണെന്നും സാധാരണ നിലയിൽ വിചാരണ സമയത്താണ് സാക്ഷികൾ കൂറുമാറുന്നതെന്നും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ പറഞ്ഞു. പന്തീരാങ്കാവ് കേസിൽ കുറെ ട്വിസ്റ്റും ടേണൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികളായി പോലീസ് മുന്നോട്ടാണോ? അല്ല, അതിൽ നമ്മുടെ ലീഗൽ കാര്യങ്ങളാണ് കുറച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ലീഗൽ കാര്യങ്ങൾ ചിന്തിച്ച ശേഷം മാത്രമേ ഫർദർ ആക്ഷൻ ഉണ്ടാവും. കുട്ടിയുടെ ഒരു മാറ്റം കേസിനെ ബാധിക്കും. അത് ഞാൻ പറഞ്ഞ കുറച്ച് ഇത് ലീഗൽ കാര്യങ്ങളാണ്. ലീഗൽ നമ്മുടെ വിദഗ്ധരുടെ ഹെൽപ്പ് എടുത്ത ശേഷം അവരുടെ ഒപ്പീനിയൻ എടുത്ത ശേഷം മാത്രമേ മുന്നോട്ട് നിൽക്കുന്നത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ പോലീസ് വ്യക്തമാക്കിയ കാര്യം ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ്. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് പല വെല്ലുവിളികളുമുണ്ട്. ഈ പരാതിക്കാരിയായ യുവതി കൂറുമാറിയ സാഹചര്യം, മൊഴിമാറ്റിയ സാഹചര്യം, ഇത് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുമോ? പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ടോം, കഴിഞ്ഞ ആഴ്ച അവസാനം കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് പോലീസ് നടത്തിയത്. എന്നാൽ ആ കുറ്റപത്രം സമർപ്പിക്കൽ ഇപ്പോൾ നീളുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഈ പെൺകുട്ടി, പരാതിക്കാരിയായ യുവതി തന്നെ തൻ്റെ മൊഴി പൂർണ്ണമായും കളവാണ്, തന്നെ പ്രലോഭനം ചെലുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കുടുംബം, അമ്മയും അച്ഛനുമൊക്കെ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ട് മൊഴി മാറ്റിച്ചതാണ്. അതുകൊണ്ട് താൻ പൂർണ്ണമായും പറഞ്ഞ കാര്യങ്ങൾ കളവാണ്. സ്ത്രീധനം എന്ന ഒരു രീതിയിലുള്ള ചർച്ച, സ്ത്രീധനത്തെക്കുറിച്ചുള്ള ആ ചർച്ചയും രാഹുലിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. രാഹുലാണ് മുഴുവൻ വിവാഹത്തിനായുള്ള ചെലവ് ഒക്കെ എടുത്തത്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സൗന്ദര്യപ്പിണക്കം മാത്രം അല്ലെങ്കിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കം മാത്രമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ താൻ ഇക്കാര്യം പരാതിയില്ല എന്ന് അറിയിച്ചതാണ്. പിന്നീട് അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കുടുംബത്തോടൊപ്പം പോരുകയും പിന്നീട് കടുത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മൊഴി നൽകുകയും ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം പ്രതി രാഹുൽ ഹൈക്കോടതിയിൽ തൻ്റെ കേസ് റദ്ദാക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ തന്നെ യുവതിയുടെ സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സങ്കീർണമായൊരു കേസായി ഇത് മാറുകയാണ്. കാരണം ഹൈക്കോടതി ഏതു തരത്തിലുള്ളൊരു തീരുമാനമാവും ഈ രാഹുലിൻ്റെ കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കമ്മീഷണർ പറയുന്നത് പോലെ തന്നെ സാധാരണഗതിയിൽ ഒരുപക്ഷെ ഈ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വിചാരണ നടപടികൾ നടക്കുമ്പോഴൊക്കെ സാക്ഷികൾ, ഈ വാദിയും അല്ലെങ്കിൽ മറ്റ് കേസിലെ സാക്ഷികളുമൊക്കെ കൂറുമാറുന്നത് പതിവ് കാഴ്ചയാണ്. പക്ഷേ കേസ് വിചാരണയിലേക്ക് പോകുന്ന മുമ്പ് തന്നെ കക്ഷി കൂറുമാറിയാൽ അല്ലെങ്കിൽ പരാതിക്കാർ തന്നെ കൂറുമാറിയാൽ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യമാണ് നിയമപരമായി ഇവർക്ക് വിദഗ്ധരിൽ നിന്നും തേടേണ്ടത്. നേരത്തെ പോലീസ് വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അവ്യക്തതയുമില്ല. കാരണം ഈ കൃത്യമായ മൊഴിയുണ്ട്, ഈ ഡോക്ടർമാരുടെ മൊഴികൾ ശേഖരിച്ചു, ഒപ്പം ഫോറൻസിക് പരിശോധനയുടെ ഫലങ്ങളടക്കം ഈ ഇത്തരത്തിലൊരു മർദ്ദനം നടന്നു എന്ന് തെളിയിക്കുന്നതിന് പര്യാപ്തമായ രീതിയിലുണ്ട്. ഒപ്പം ഈ അടുക്കള കാണാൻ വീട്ടിൽ പോയ സമയത്തുള്ള ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. യുവതിയുടെ ആദ്യം നൽകിയ മൊഴി, പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതി, അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നൽകിയ രഹസ്യമൊഴി എന്നിവയിലടക്കം കൃത്യമായി ഇത്തരത്തിലൊരു ഗാർഹിക പീഡനത്തിന് താൻ ഇരയായെന്ന് വ്യക്തമാകുന്നു.
മനസ്സിലാവുന്നു. അതുകൊണ്ട് പിന്നീട് പ്രലോഭനത്തിനോ സമ്മർദ്ദങ്ങൾക്കോ ഒക്കെ വഴങ്ങി യുവതി പരാതിയിൽ നിന്ന് പിന്മാറിയാൽ പോലും നിയമപരമായി ഇത്തരം ഒരു കുറ്റകൃത്യം നടന്ന സാഹചര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആ വാക്കുകളിൽ നിന്നും ഒരു ചെറിയ പിന്മാറ്റം ഉണ്ടായോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടത്. കാരണം അതിൽ നിയമപരമായ മറ്റു ചില സങ്കീർണതകൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷമാവും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുക. എന്തായാലും വളരെ പെട്ടെന്ന് കേസിന്റെ തുടർ നടപടി കണ്ടതുകൊണ്ടാണോ പോലീസ് അങ്ങനെ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിപ്പിക്കുന്നത്? അതിനുവേണ്ടിയുള്ള നിയമോപദേശം തേടുന്നു അനീഷ്. കാരണം അനീഷ് തന്നെ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ നമുക്കറിയാം പല രീതിയിലുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഈ പെൺകുട്ടി നേരത്തെ പരാതി നൽകിയതെന്ന് പറയുന്നു. പിന്നീട് മറ്റൊരു സമ്മർദ്ദം കാരണമാണ് പരാതിയിൽ നിന്നും ഈ മൊഴിയിലൊരു മാറ്റമുണ്ടായതെന്നൊക്കെ ആരോപണങ്ങൾ വരുന്നു. പല രീതിയിലുള്ള ദുരൂഹതകൾ ആ കേസിലുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ, ഈ ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ പോലീസ് ഏത് സാഹചര്യത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും ഈ കേസിനെ കോടതിയിൽ അവതരിപ്പിക്കുക? ടോം, ക്രിമിനൽ കുറ്റകൃത്യ നിയമപ്രകാരം ഇത്തരത്തിൽ ഈ പരാതിക്കാർക്ക് ഒരു ക്രിമിനൽ പ്രവർത്തനം നടന്നു, അതായത് ഒരു കുറ്റകൃത്യം നടന്നാൽ പരാതിക്കാർക്ക് പരാതി ഇല്ലെങ്കിൽ പോലും സ്വമേധയാ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ട്. ചിലപ്പോൾ മാർഗമധ്യേ പരാതിക്കാരനും ഈ പ്രതിയും തമ്മിൽ ഒത്തുതീർപ്പാവുന്ന കേസുകളുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസാണ്. കാരണം കൊലപാതക ശ്രമമുണ്ട്, ഗാർഹിക പീഡനമുണ്ട്, ഒപ്പം സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നിലധികം വകുപ്പുകൾ, അതീവ ഗൗരവതരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ അത് അത്തരത്തിൽ വളരെ പെട്ടെന്ന് ഈ കേവലം പരാതിക്കാരിയുടെ പിന്മാറ്റം കൊണ്ട് മാത്രം പിൻവലിക്കേണ്ട ഒരു കേസല്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ചൊരു വിശദമായ നിയമോപദേശം തന്നെ പോലീസ് നേടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അസാധാരണമായൊരു സാഹചര്യമാണ് നിലവിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി പെൺകുട്ടി അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം, മറ്റൊരു തരത്തിലുള്ള ചില സങ്കീർണതകൾ കൂടിയുണ്ട്. കാരണം ഈ ആദ്യ പരാതി നൽകിയ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഈ പരാതി കൈകാര്യം ചെയ്തില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം നടത്തി ഈ ജില്ലാ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് അന്വേഷണം നടത്തി ഈ CIക്ക് SHOയ്ക്ക് ഗുരുതരമായ പിഴവ് പറ്റി അറിയിക്കുന്ന ഗൗരവത്തോടുകൂടി ഈ യുവതിയുടെ പരാതി CI പരിഗണിച്ചില്ല എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം കേസ് ആ സ്റ്റേഷനിലെ തന്നെ മറ്റൊരു മുതിർന്ന സിവിൽ പോലീസ് ഓഫീസർ ഈ പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു, നിർണായകമായ ചില കാര്യങ്ങൾ പ്രതിക്ക് ചോർത്ത് നൽകി എന്നൊക്കെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ 2 പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ സർവീസിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യം. എന്നാൽ യുവതി പറയുന്നു, താൻ ആദ്യം പരാതിപ്പെട്ടപ്പോൾ ഗൗരവത്തോട് അല്ല പരാതി. പോലീസ് തന്നെ പ്രതികൂട്ടിലായ ഒരു കേസാണ്. അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ CIക്കെതിരെ നടപടി ഉണ്ടാകുന്നു, അതോടൊപ്പം ഒരു CPOയ്ക്കെതിരെ പോലും നടപടി. 2 പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലായ ഒരു ആരോപണ വിധേയരായ ഒരു കേസ് കൂടിയാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചും ഇനിയും ചില കടമ്പകളില്ലേ? ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കണം, ചോദ്യം ചെയ്യണം, മറ്റ് നടപടികളിലേക്ക് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം. പക്ഷേ അയാൾ ഇപ്പോൾ എവിടെയാണെന്ന സൂചന പോലീസിനുണ്ടോ? പോലീസിന് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെത്തിച്ച പെൺകുട്ടി യുവതി പിന്നീട് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അവർ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇത്തരം കാര്യങ്ങളിൽ പോലീസിന് വ്യക്തതയുണ്ടോ അനീഷ്? പോലീസിന് ഇതേക്കുറിച്ച് കൃത്യമായൊരു ചിത്രം ലഭ്യമല്ലെങ്കിലും ഈ പെൺകുട്ടി കാഠ്മണ്ഡുവിലേക്ക് പോയി അല്ലെങ്കിൽ നേപ്പാളിലേക്ക് പോയി എന്നാണ് ഏറ്റവും ഒടുവിൽ കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ പ്രതിയുടെ അഭിഭാഷകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പോലീസ് പറയുന്നു, മറ്റുള്ളവരൊക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു ജർമ്മനിയിലാണ് പ്രതിയെന്ന്. പക്ഷേ പ്രതി ജർമ്മനിയിൽ എത്തിയിട്ടില്ല എന്ന് തറപ്പിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു വിദേശ രാജ്യത്താണ്. അതെവിടെയാണ് എന്ന് കൃത്യമായി ഇപ്പോൾ പ്രതിയുടെ സ്വകാര്യത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ മുന്നോട്ടുള്ള വഴി പരിഗണിച്ച് പറയാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഡൽഹിയുമായി ഈ പെൺകുട്ടിക്ക് മറ്റ് ബന്ധങ്ങളില്ല, അല്ലെങ്കിൽ ആ മേഖലയുമായി മറ്റു ബന്ധങ്ങളില്ല. ഓഫീസിൽ നിന്നും അവധിയെടുത്താണ് ഈ പെൺകുട്ടി ഡൽഹിയിലേക്ക് പോയത്. ഒപ്പം ഈ കുടുംബത്തിൻ്റെ പരാതിയെ തുടർന്ന് ഈ യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കൊച്ചിയിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് കുടുംബത്തോടൊപ്പം ഇപ്പോൾ പോകണമെന്നില്ല, തൻ്റെ സ്വമേധയാ
ഇഷ്ടപ്രകാരം പോകുന്നു എന്ന് പറഞ്ഞ ശേഷം ഡൽഹിക്ക് ആയിരുന്നു ആ യുവതി പോയത്. അതിനുശേഷം കാഠ്മണ്ഡുവിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രതി നിലവിൽ ഉള്ളത് നേപ്പാളിലായിരിക്കാം, അല്ലെങ്കിൽ നേപ്പാളിന് സമീപത്തുള്ള മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കാം എന്നൊരു ധാരണയുണ്ട്. നേപ്പാളിൽ ഈ പ്രതി ഉള്ളതുകൊണ്ട് തന്നെ ആവാം ഈ യുവതി അവിടേക്ക് പോയിരിക്കുന്നത് എന്നും ഒരു കണക്കൂട്ടലുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ നിലവിൽ നേരത്തെ ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചിരുന്നു പ്രതിയെ കണ്ടെത്തുന്നതിനായി, എവിടെയുണ്ട് എന്ന് കണ്ടെത്തുന്നതിനായി. പക്ഷേ ആ ബ്ലൂ കോർണർ നോട്ടീസിന് കൃത്യമായൊരു മറുപടി ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആ മറുപടി ലഭിച്ചാൽ മാത്രമാണ് പ്രതി ഏത് സ്ഥലത്തുനിന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ശേഷം ആ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് റെഡ് കോർണർ നോട്ടീസ് അയക്കേണ്ടത്. അതിന് വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ചും ജർമ്മനി പോലുള്ള ഇടങ്ങളിലുമൊക്കെയായി ഉള്ള ഇടപാടുകളാണെങ്കിൽ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പടക്കം നടത്തി ഈ കേസിന്റെ ഗൗരവ സാഹചര്യം മനസ്സിലാക്കേണ്ടതൊക്കെയുണ്ട്. പക്ഷേ അവിടെയും ഈ യുവതി പരാതിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന പ്രതികൂലമായൊരു സാഹചര്യം പോലീസിനുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം കേസിലെ അടുത്ത നടപടിക്രമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തായാലും അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാഹചര്യം തന്നെയാണ്. പോലീസ് വളരെ വിശദമായി തന്നെ നിയമോപദേശം ഇക്കാര്യത്തിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസിനെ സംബന്ധിച്ച് എതിർഘടകങ്ങൾ പലതുണ്ട്. ഈ പരാതിക്കാരി മൊഴിമാറ്റി, അതോടൊപ്പം മുഖ്യപ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം ഈ കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ പോലും ചില ആശയക്കുഴപ്പമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ പ്രശസ്തയായ +2 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ സുഹൃത്തിനെ പ്രതി ചേർത്തേക്കും. സംഭവത്തിൽ സുഹൃത്തിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പൂജപ്പുര പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ലെന്ന് സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി വിശദമായി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അതേസമയം പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നു. വിനോദ്, ഈ സൈബർ ആക്രമണത്തിന്റെ ഒരു ഇരയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ +2 വിദ്യാർത്ഥിനി. ഈ സുഹൃത്തുമായുള്ള ഈ സുഹൃത്ത് ബന്ധം അതിൽ നിന്നും പിന്മാറി പിന്നീട് സൈബറിടത്ത് വലിയ ആക്രമണത്തിന് ഇരയാകുന്നു. അതിൽ മനം പെൺകുട്ടി ജീവനൊടുക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിലവിൽ പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? ഈ സൈബർ ആക്രമണത്തിൽ സുഹൃത്തിന് ബന്ധമുണ്ട് എന്നാണോ പോലീസ് സംശയിക്കുന്നത്? ടോം, സൈബർ ബുള്ളിയിങ് തന്നെയാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവിനെ ചോദ്യം ചെയ്തു. ഇതിൽ യുവാവ് നൽകിയ മൊഴി തങ്ങൾ തമ്മിൽ നേരത്തെ അടുപ്പത്തിലായിരുന്നു, പിന്നീട് ബന്ധം ഇല്ലാതായി. താൻ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപം നടത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ അധിക്ഷേപിക്കാൻ, പെൺകുട്ടിയെ അധിക്ഷേപിക്കണമെന്ന് ആരോടെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല എന്ന ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ അടക്കം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഒരാഴ്ച മുൻപാണ് വീടിനുള്ളിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്കൂളിലെ +2 പഠനം കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്നു, റീലുകളൊക്കെയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെയും സജീവമായിരുന്ന നെടുവങ്ങാട് സ്വദേശിയായ യുവാവുമായി ബന്ധപ്പെട്ടത്. ഇയാളുമായി കുറച്ച് നാളത്തെ ഒരു ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടുപേരും തമ്മിൽ അകന്നു. പക്ഷേ ഇവരുടെ പേജുകൾ പരിശോധിക്കുമ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. നേരത്തെയുള്ള ഇവരുടെ പോസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ പോസ്റ്റുകളിന് താഴെ വന്ന കമന്റുകൾ, അതെല്ലാം തന്നെ ഈ യുവാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ ബന്ധം വേർപെട്ടതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സൗഹൃദമില്ലാതായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തുടർച്ചയായി ഇങ്ങനെ അധിക്ഷേപകരമായ തരത്തിലുള്ള കമന്റുകൾ വന്നു. ഇതിൽ മനംനൊന്ത് ആത്മഹത്യ എന്ന ഒരു വിവരമാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത്. പക്ഷേ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യം, ഈ പെൺകുട്ടി മാനസികമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് പക്ഷേ ഈ ബന്ധവുമായി ബന്ധപ്പെട്ടും പിന്നീട് ഇങ്ങനെ ഈ സൈബർ ബുള്ളിങ് അതിൻ്റെ പേരിലുണ്ടായ മാനസിക പ്രയാസം തന്നെയായിരിക്കാമെന്ന ഒരു കാര്യമുണ്ട്. ഡിപ്രഷൻ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കുട്ടി പോയി എന്ന
ചില വിവരങ്ങൾ ഇതെല്ലാം തന്നെ പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഈ യുവാവ് നൽകിയിട്ടുള്ള മൊഴി തനിക്ക് ഇതിൽ ബന്ധമില്ല എന്ന നിലയ്ക്കാണ് പൂജപ്പുര പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നുമായി ഈ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. സൈബർ ബുള്ളിയിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുടർ നടപടികൾ അത് സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നതിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഈ സമീപകാലത്തെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായിരുന്നു MV ജയരാജന് തന്നെ ഈ പോരാളി ഷാജി എന്ന പേരിലെ പേജ്, സൈബർ ഇടത്തെ പേജ്, ആ പേജിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ CPM-ന് വേണ്ടി വളരെയധികം ശക്തമായി നിലകൊണ്ട പേജ്, ആ പേജിൽ പിന്നെ വിമർശനങ്ങൾ വന്നു. ആ പേജിനെ ആരോ വിലയ്ക്ക് വാങ്ങിയെന്ന തരത്തിലായിരുന്നു MV ജയരാജന്റെ പരാമർശം. മാത്രവുമല്ല മറ്റു ചില പേജുകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ KK ലതികയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ സൈബറിടത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ചില സാഹചര്യങ്ങൾ ഈ കുട്ടികൾ വലിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് ഒരുപക്ഷെ മാനസികമായി താങ്ങാൻ കഴിയാത്ത നിലയുണ്ടാവുകയും അവർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ കാണുന്നതാണ്. സൂചിപ്പിച്ചത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സൈബറിടത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ താരങ്ങളും ഒക്കെയാണ്, യൂട്യൂബർമാരും ഒക്കെ, വനിതാ യൂട്യൂബർമാരും ഒക്കെയാണ്. ഇവിടെയും ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഈ +2 വിദ്യാർത്ഥിനി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നിരവധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ആരാധകരുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു +2 വിദ്യാർത്ഥിനി, ഒരു 17-18 വയസ്സുള്ള പെൺകുട്ടി മാനസികമായി തകർന്നു പോകാം. ഇവിടെ ഈ സുഹൃത്തിനെ പോലീസ് പ്രതി ചേർക്കാനുള്ള നീക്കമുണ്ട്. സുഹൃത്തിന് ഇതിൽ ബന്ധമില്ലെന്ന് പറയുന്നു ഈ സൈബർ ആക്രമണത്തില്. പക്ഷെ ആരാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണോ? ഈ സൈബർ ആക്രമണം നടത്തിയിട്ടുള്ള പേജുകള് അത് കണ്ടെത്തുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമാണോ വിനോദ്? ടോം, ഇതിൽ തീർച്ചയായും ഈ ആത്മഹത്യാ പ്രേരണ പോലുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്നതാണ് നോക്കുന്നത്. പ്രധാനമായും ഈ യുവാവുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെയുമാണ് എടുക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് പെൺകുട്ടി ഈ ആത്മഹത്യയിലേക്ക് തിരിഞ്ഞത്? അങ്ങനെ ഒരു പ്രവണത എപ്പോൾ ഉണ്ടായി? വീടിനുള്ളിൽ തൂങ്ങിമരിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഒരാഴ്ചയായി വെന്റിലേറ്ററിലായിരുന്നു, ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ശ്വാസമെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും തുടർന്ന് മരണം സംഭവിച്ചതും. ഈ കാര്യത്തിൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ഏതായിരുന്നാലും ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് ഈ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ, അത് എത്ര നമ്മൾ പോസിറ്റീവ് ആയ കാര്യങ്ങൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ നടി ശോഭനയുടെ കാര്യം പരിശോധിച്ചാൽ ഇപ്പോൾ നാരീശക്തി എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് BJP-യുടെ പരിപാടിയാണ്, തൃശ്ശൂരിലേക്ക് അവർ എത്തുന്നു. അതിനുശേഷം ഇടത് ഹാൻഡിലുകളിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ ആ തരത്തിലുള്ള പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അധിക്ഷേപം. അതേസമയം നിമിഷ സജയൻ മറുവശത്ത് തൃശ്ശൂർ വിട്ടുകൊടുത്തിട്ടില്ല, പിന്നെയല്ലേ ഇന്ത്യ എന്ന് ചോദിച്ച് പഴയൊരു വീഡിയോ, അതിപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ഉയർന്നു വരികയും വ്യക്തിപരമായി തന്നെ അവരെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. പലപ്പോഴും ഇതിലെ വാക്കുകൾ അല്ലെങ്കിൽ ഈ ഇവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം അടിസ്ഥാനമില്ലാത്തതോ അല്ലെങ്കിൽ അതിർ വരമ്പുകൾ ലംഘിച്ചു പോകുന്ന വാക്കുകളോ അസഭ്യമോ അശ്ലീലമോ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ എഴുതി വിടുമ്പോൾ യാതൊരു വിധ ധാരണയുമില്ലാതെ ആ തരത്തിലുള്ള മാന്യത പുലർത്താതെയുള്ള പലതരം വാക്കുകൾ, ഇതെല്ലാം തന്നെ ഒരു പൊതു സമൂഹത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ സാധാരണ നിലയിൽ പോലീസ് പിടികൂടുകയും കേസെടുക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഈ അസഭ്യവിളിയും ആ തരത്തിലുള്ള. അതിനേക്കാൾ അതിനെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള പലപ്പോഴും ഉള്ള ആ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, അതാണ് ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ, പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റികളുടെയൊക്കെ പേജുകളിലും അവരിടുന്ന പോസ്റ്റുകൾക്ക് കമന്റായും ഒക്കെയും വരുന്നത്. പക്ഷേ വിനോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള കാരണം ശോഭന, നിമിഷ സജയൻ, നവ്യ നായർ, അല്ലെങ്കിൽ അച്ചുമ്മൻ, മേയർ ആര്യ രാജേന്ദ്രൻ, KK രമ, അങ്ങനെ നിരവധി വനിതകൾ ഈ സമീപകാലത്ത് സൈബർ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ട്. പക്ഷെ എത്ര പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്? പലപ്പോഴും വ്യാജ പ്രൊഫൈലുകളിൽ നിന്നാണ് ഈ സൈബർ ബുള്ളിങ് നടക്കുന്നത്. പിന്നീട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. സാധാരണ പല പ്രമുഖരും ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ആർക്കെതിരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നിയമ നടപടിയും ഉണ്ടാകാത്തതല്ലേ ഇതുപോലുള്ള സൈബർ ആക്രമണങ്ങൾ? സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, പൊതുസമൂഹത്തിലെ സമൂഹ മാധ്യമത്തിലൊക്കെ അധിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിക്കാനുള്ള കാരണം?
ടോം പറഞ്ഞപ്പോൾ തന്നെ യാദൃശികമാണെങ്കിലും അല്ലെങ്കിലും ഈ കടന്നുകൂടിയ പേരുകളെല്ലാം സ്ത്രീ നാമങ്ങളാണ്. അതായത് വനിതകൾക്ക് നേരെയാണ് ഈ കൂടുതലും അതിക്രമം. അതൊരു മനോരോഗമോ അല്ലെങ്കിൽ സൗകര്യമോ ആയി കണ്ട് ആ തരത്തിൽ സ്ത്രീകളെ ആക്ഷേപിക്കുക എന്നത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുരുഷന്മാർക്ക് നേരെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ മോശം പദപ്രയോഗങ്ങൾ, അവരുടെ വീട്ടുകാരെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ തെറി പറഞ്ഞുള്ള ഈ പ്രയോഗങ്ങൾ, ഇതെല്ലാം തന്നെ അത് സ്ത്രീകൾക്ക് നേരെ, അത് സിനിമാ നടിയാകട്ടെ, രാഷ്ട്രീയത്തിലുള്ള സ്ത്രീയാകട്ടെ, മാധ്യമപ്രവർത്തകയാകട്ടെ, അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീയാകട്ടെ, വീട്ടമ്മയാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, സ്ത്രീകൾക്ക് നേരെയാണ് ഇത് കൂടുതൽ വരുന്നതെന്നത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. മാത്രവുമല്ല, ഈ ആര്യ രാജേന്ദ്രന്റെ പേര് കൂടി ഇതിൽ പറഞ്ഞതുകൊണ്ട് മേയർ വാഹനം തടഞ്ഞത് ശരിയോ തെറ്റോ എന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ബസ്, ആ ബസ് അപകടകരമായ രീതിയിൽ എത്തിയോ ഇല്ലയോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോടതിയിൽ നിൽക്കുന്നൊരു കേസാണ്. പക്ഷേ ഒരു ബസ് വളരെ വേഗത്തിൽ വരികയും നിയന്ത്രണമില്ലാതെ വരികയും അപകടകരമായ രീതിയിൽ ഓടിയെത്തുകയും ചെയ്താൽ ആ ബസ് തടയുന്നത്, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ KV ഗണേഷ് കുമാറോ അല്ലെങ്കിൽ സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാരാണെങ്കിൽ അവർക്ക് കയ്യടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഡ്രൈവറെ ശാസിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്, കാരണം ഇവരുടെ ഒരു ശരീരഭാഷ നമുക്കറിയാം, ഇവരുടെ ഇടപെടലുകൾ അറിയാം. അവർ നല്ല രീതിയിൽ ഇടപെടുന്ന, വളരെ സജീവമായി ഇടപെടുന്ന രണ്ട് മന്ത്രിമാരും രണ്ട് നല്ല നേതാക്കന്മാരുമാണ്. പക്ഷേ ഇതേ കാര്യം ആര്യ രാജേന്ദ്രൻ ചെയ്ത കാര്യം ഒരുപക്ഷെ ഗണേഷ് കുമാറോ അല്ലെങ്കിൽ സജി ചെറിയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പുരുഷ നേതാവ് ചെയ്താൽ ഒരുപക്ഷെ അവർക്ക് കയ്യടി ഇട്ടാനുള്ള സാധ്യത പോലും ഉണ്ട്. ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആര്യയ്ക്ക് അങ്ങനെ നേരിടേണ്ടത്. പക്ഷേ ആര്യ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പറയുന്നില്ല. അത് കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ്. അങ്ങനെ വരട്ടെ. ഏതായിരുന്നാലും ഇവിടെയും കൂടുതൽ അധിക്ഷേപത്തിനിരയായത് ഈ പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് നേരെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി എന്നത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഈ ആത്മഹത്യയിലേക്ക് ആ പെൺകുട്ടി എത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമായി കണക്കാക്കുന്നത്. കുട്ടിയുടെ സുഹൃത്തുക്കൾ എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ വഴിക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നതും. ടോം, വ്യക്തമാണ്. BV വിനോദാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ പൊതുസമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ അധിക്ഷേപിക്കുന്നവർ ഓർക്കുക, നിങ്ങൾക്കും അമ്മയും സഹോദരിമാരും മക്കളുമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലോട്ട് ഇത്തരം സൈബർ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ഇൻസ്റ്റഗ്രാം റീലുകളിലെ ശ്രദ്ധേയായ +2 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയും സൈബർ ആക്രമണത്തെ തുടർന്നായിരുന്നു. ഈ സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിനെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. ഇവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ പ്രൊഫൈലുകൾ കണ്ടെത്താനും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ബാബു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കോടതിയെ അറിയിച്ചത്. എന്നാൽ അമിക്കസ് ക്യൂറിയെ വെച്ചുകൊണ്ട് കോടതി പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്. ആ അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. ഈ CPM പറയുന്ന പോലെ വ്യവഹാരി ശല്യക്കാരൻ തന്നെയായിരിക്കും. എവിടെയാ? അല്ല, അദ്ദേഹം ഒരു കേസ് കൊടുത്തതിന് അദ്ദേഹത്തെ ശല്യക്കാരനായ വ്യവഹാരി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ? ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറഞ്ഞാൽ നിരന്തരമായി കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പറയുന്നത്. അങ്ങനെ മാത്യു കൊല്ലനാടൻ ആർക്കെതിരായിട്ടാണ് ആവശ്യമില്ലാതെ പരാതി കൊടുത്തിരിക്കുന്നത്? അദ്ദേഹം ഒരു കേസ് കൊടുത്തു. അദ്ദേഹം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. ആ കേസിൽ കണ്ടന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൗർഭാഗ്യവശാൽ അത് വിജിലൻസ് കോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പോകണ്ടേ? എക്സാലോജിക്ക് തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയത്തിന് ഒരു ഘടകമായിരുന്നു. ഉറപ്പായിട്ടും. കാരണം ഞങ്ങൾ ജനങ്ങളോട് ഇത് അഴിമതിക്കാരുടെ സ്പോട്ട് ലൈവ് തുടരുന്നു. ഏറെ ആശങ്കപ്പെടുത്തി കൊച്ചിയിലെ DLF ഫ്ളാറ്റിൽ രോഗബാധ. DLF ഫ്ളാറ്റിലെ രോഗബാധയിൽ ജില്ലാ കളക്ടർ DMOയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. DMO റാപ്പിഡ് റെസ്പോൺസിബിൾ ടീമുമായി യോഗം ചേരുകയാണ്. DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 350 പേരാണ് ചികിത്സ തേടിയത്. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികൾക്കും രോഗബാധയുണ്ട്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. ആരോഗ്യവകുപ്പ് ജലസാമ്പിളുകൾ ശേഖരിച്ചു. വെള്ളത്തിന്റെ തന്നെ പ്രശ്നമാണ്. വെള്ളം നമ്മളിപ്പോ ടെസ്റ്റ് ചെയ്യാൻ ഇന്നലെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തുകാര് DMO എല്ലാവരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെൽത്തിന്റെ 2 ഡോക്ടേഴ്സ് എല്ലാവരും ചെന്ന് നമ്മൾ ടാങ്കുകളൊക്കെ പരിശോധിച്ചു.
റിസൾട്ട് കിട്ടാൻ ഇച്ചിരി വൈകും. പിന്നെ ഇവര് ഈ ടാങ്കിലെ വെള്ളം കൂടാതെ ജാറില് ഒരു 10-12 പേരെങ്കിലും ലോറിച്ചോടെ വെള്ളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ജാറിൽ വെള്ളം പല സ്ഥലത്തു നിന്നും വെള്ളം വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട്. ടൊമാറ്റോ ഒരു 10-700 എണ്ണമെങ്കിലും ദിവസം അവിടെ വരണുണ്ടെന്നാണ് അതിന്റെ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. അത് എന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടാങ്ക് എത്ര ക്ലീൻ ആണേലും ഇവര് താഴെ നിന്നാണ് ഈ മഴവെള്ള സംഭരണിയിലോട്ട് ഈ വെള്ളം കൊണ്ടുപോകണത്. അപ്പൊ മഴ പെയ്തപ്പോ അവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു. താഴെത്തട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായി. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നുമാണ് ഫ്ളാറ്റ് പ്രസിഡന്റ് മധുസൂദൻ പ്രതികരിച്ചത്. എന്നാൽ ഇക്കോളി ബാക്ടീരിയ ആണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നുവെന്ന് ഫ്ളാറ്റിലെ താമസക്കാരൻ അഡ്വക്കേറ്റ് ഹരീഷ് പറയുന്നു. കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിൽ അസോസിയേഷന് വീഴ്ച സംഭവിച്ചു. മെയ് മാസത്തിൽ കുടിവെള്ളത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കോളി സ്ഥിരീകരിച്ചതെന്നും ഹരീഷ് പറയുന്നു. ഒരാൾ ചെയ്തിട്ടുണ്ട്, അയാളുടെ ഇതിൽ പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങേരുടെയും റിസൾട്ട് 10 ദിവസം ഓൾഡാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് സംതിങ് ടുഡേ. ഇറ്റ് ഹാഡ് ഹാപ്പൻഡ്. ഐ എം നോട്ട് സെയിങ് ദർ ഇസ് നോ കണ്ടാമിനേഷൻ. ദർ വാസ് എ കണ്ടാമിനേഷൻ ദാറ്റ് ഹാസ് ബീൻ സോർട്ടഡ് ഔട്ട്. എൻ്റെ ഇന്നത്തെ റിസൾട്ട് വരാൻ തന്നെ 7 ദിവസം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് മീ 7 days to get. In the meantime, I am trying to get private agencies who are reliable to come and test our water. If we can do that, we will get results faster. And if I can eliminate or identify the issue or the source of contamination, I'll be able to stop it. All are stable. There is no critical case as at present. People say that. ഈ പ്രശ്നം തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. 2 ആഴ്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പനി ഛർദിയാണ് തുടങ്ങിയത്, പിന്നെ വയറിളക്കം. ഇങ്ങനെ തുടങ്ങിയത് ഓരോ കേസുകളായി, പിന്നെ അത് കൂടി. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ടാണ് വളരെ രൂക്ഷമായ സിറ്റുവേഷനിലേക്ക് എത്തിയത്. ഒരു ഫ്ളാറ്റിൽ തന്നെ 2-3 ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ, കുട്ടികൾ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ്. 29/5 ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29/5 ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്വളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ നമ്മൾ ഇവിടുത്തെ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ മാത്രം ഓരോ ബ്ലോക്കിൽ 35 അപ്പാർട്ട്മെന്റ് എഫക്റ്റഡ് ആണ്. ഇന്നലെ കണക്കെടുത്ത പ്രകാരം ഞാൻ ക്യൂ ബ്ലോക്കിലാണ്. ക്യൂ ബ്ലോക്കിൽ ഇന്നലെ 35 അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ എഫക്റ്റഡ് ആണ്. അത് കണക്ക് 300 അതിൽ കൂടുതലാണ്. ഇന്നലെ സൺറൈസിലെ സൂപ്രണ്ടിന്റെ മെസ്സേജ് പ്രകാരം മിഞ്ഞാന്ന് 42 ആൾക്കാരാണ് മിഞ്ഞാന്ന് മാത്രം അവിടെ പോയിട്ടുള്ളത്, അഡ്മിറ്റ് ആയിട്ടുള്ള പകുതി ആൾക്കാർ. അപ്പൊ ഇത് എങ്ങനെയാണ് വന്നത്? ടാങ്കർ വാട്ടറിൽ നിന്നാണോ വന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ കിണറിലെ വെള്ളത്തിൽ നിന്നാണോ, അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അത് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുമില്ല. ഇത് സിറ്റുവേഷൻ ഇത്തിരി ഒരു പാനിക്കാണ്. പാനിക്കല്ല, എല്ലാവരും ഓക്കെയാണ്, എവരിത്തിങ് അണ്ടർ കൺട്രോൾ എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളതല്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. നവമി, കൊച്ചുകുട്ടികളടക്കം 350 പേരാണ് ഈ രോഗബാധയെ തുടർന്ന് ചികിത്സ തേടിയത്. അസോസിയേഷനും അവിടുത്തെ താമസക്കാരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അറിയിപ്പുകൾ ഉണ്ടായില്ല എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. ഇപ്പോൾ DMO ഒരു ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ഈ യോഗം പൂർത്തിയായോ? എന്താണ് തീരുമാനം? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? 15 ടവറുകളിലായി ഏകദേശം 5000-ലധികം പേർ താമസിക്കുന്ന വലിയൊരു ഫ്ളാറ്റ് സമുച്ചയമാണ് കാക്കനാടുള്ള DLF. ഇവിടെ കഴിഞ്ഞ 4 ആഴ്ചകളായി തന്നെ നിരവധി പേർക്ക് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും പനിയും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഇവർക്ക് ആർക്കും അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. പിന്നീട് ഈ 2 ദിവസത്തിനുള്ളിലാണ് ഏകദേശം 300-ലധികം പേർക്ക് ഇത്തരത്തിൽ രോഗബാധ പിടിപെട്ടത്, ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിനെ അടക്കം ഫ്ളാറ്റ് അസോസിയേഷൻ വിളിച്ചറിയിക്കുകയും പിന്നീട് ഇന്ന് നമ്മൾ കണ്ടതുപോലെ ആരോഗ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. ഈ ഫ്ളാറ്റിലേക്ക് പ്രധാനമായും 3 ജലസ്രോതസ്സുകളാണ്. ഒന്ന് കിണർ, ഫ്ളാറ്റിലെ തന്നെ കിണറുകൾ. മറ്റൊന്ന് ഇവിടെയുള്ള ഈ പൈപ്പ് ലൈൻ പൊതു പൈപ്പ് ലൈൻ വഴി എത്തുന്ന വെള്ളം. മറ്റൊന്ന്
പുറത്തുനിന്ന് എത്തിക്കുന്ന വെള്ളം, ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളാണ് ഇവിടെയുള്ളത്. മറ്റൊന്നുണ്ട്, ഈ മഴവെള്ള സംഭരണിയിൽ നിന്നും ഇവിടെ വെള്ളം ശേഖരിക്കാറുണ്ട്, വെള്ളം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രധാനമായും 3 ജലസ്രോതസ്സുകളാണ് ഈ ഫ്ളാറ്റുകാർ ആശ്രയിക്കുന്നത്. ഇതിൽ മെയ് മാസത്തിൽ ഇതുപോലെ രോഗം പിടിപെട്ട ഒരു വ്യക്തി ഇവർ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിച്ചപ്പോൾ, അത് വ്യക്തിപരമായി കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇത് ഫ്ളാറ്റ് അസോസിയേഷനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഫ്ളാറ്റ് അസോസിയേഷൻ ആയിക്കോട്ടെ ഇതിൽ കൃത്യമായി നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് തന്നെയാണ് താമസക്കാരും ഇന്ന് മാധ്യമങ്ങളോടായി പറഞ്ഞത്. പക്ഷേ അസോസിയേഷൻ ഇപ്പോഴും പറയുന്നത് ഇത് അറിഞ്ഞപ്പോൾ തന്നെ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിച്ചു. അവർ 2 ദിവസം മുൻപ് തന്നെ വന്ന് വെള്ളം ഈ 3 സ്രോതസ്സുകളിൽ നിന്നുള്ള ജലം കൊണ്ടുപോയി ലാബിൽ നിന്നും ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ അല്പം വൈകും. എന്നാൽ മാത്രമേ കൃത്യമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗം പിടിപെട്ടതെന്ന് അറിയാൻ സാധിക്കൂ എന്ന്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെയുള്ള ജലസ്രോതസ്സുകൾ ഡബിൾ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പുറത്തുനിന്ന് കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് വണ്ടികളിൽ എത്തിക്കുന്ന വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉമാ തോമസ് MLA DLF ഫ്ളാറ്റിലെത്തി ഓരോ താമസക്കാരോടും അതോടൊപ്പം അസോസിയേഷനോടും ഒക്കെ സംസാരിച്ചപ്പോഴാണ് വ്യക്തമായത് ഈ അസോസിയേഷൻ പറയുന്ന വാദം തെറ്റാണ്. ഇന്ന് മാത്രമാണ്, അതായത് ഇത്രയും സംഭവം രൂക്ഷമായതിന് പിന്നാലെ ഇന്ന് മാത്രമാണ് ഈ ആരോഗ്യ വകുപ്പ് സ്ഥലത്തെത്തി ഈ വെള്ളം ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും ആ റിസൾട്ട് കിട്ടാൻ വീണ്ടും കാലതാമസം വേണ്ടിവരും. അതോടൊപ്പം കഴിഞ്ഞ 2 ദിവസങ്ങൾ അവധിയായതിനാലാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും ആളുകൾ എത്താതെ ഈ സാമ്പിൾ ശേഖരിക്കാത്തതെന്ന ന്യായീകരണമാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും നൽകുന്നത്. എങ്കിൽ പോലും ഗുരുതരമായി ഏകദേശം 25ഓളം കുട്ടികൾ തന്നെ ഗുരുതരമായി വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ്. അസോസിയേഷന്റെ ഭാഗത്തു നിന്നും 350 പേരെന്നുള്ളൊരു കണക്കാണ് പറയുന്നതെങ്കിലും താമസക്കാർ പറയുന്നു അതിൽ കൂടുതലുണ്ട്. ഏകദേശം 500-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും ആശുപത്രികളിലായും അതോടൊപ്പം ഫ്ളാറ്റുകളിലും തന്നെ ചികിത്സ തേടുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഫ്ളാറ്റ് ഉടമസ്ഥർ താമസക്കാർ പറയുന്നത്. എന്തായാലും ആസ്റ്റർ മെഡിസിറ്റി ഇന്ന് DMOയുടെ നേതൃത്വത്തിൽ ഒരു യോഗം സാന്നിധ്യമോടെ ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ഈ പ്രാഥമിക പരിശോധനയിൽ ലഭ്യമായിട്ടുണ്ടോ? ഒരു 10 മാസം മുൻപ് കാക്കനാട് ഈ DLF ഫ്ളാറ്റിനോട് ഏകദേശം സമീപത്തുള്ള ഒരു സ്കൂളിൽ, ഒരു CBSE സ്കൂളിൽ സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഒരു രോഗബാധ ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ ഒരു സ്കൂളിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള നടന്ന ചടങ്ങിൽ അന്ന് അവിടെ പങ്കെടുക്കാനെത്തിയ കുട്ടികൾ അവിടെ നിന്നും വെള്ളം കുടിക്കുന്നു. പിന്നീട് നിരവധി കുട്ടികളാണ് രോഗബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഈ മേഖല കേന്ദ്രീകരിച്ച് അങ്ങനെ എന്തെങ്കിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ള, കുടിവെള്ളത്തിൽ അത്തരം സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണോ? എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ ആരോഗ്യവകുപ്പ് സമീപിക്കുന്നത്? അങ്ങനെ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം മറ്റു പലയിടങ്ങളിലുണ്ട് എന്ന്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നമുക്കറിയാം കൊച്ചിയെ സംബന്ധിച്ച് കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം നേരിടുന്ന അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊച്ചിയിലെ പലയിടങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പല കുടുംബങ്ങളും. ഈ ഫ്ളാറ്റിലായിക്കോട്ടെ കിണറുണ്ട്, മഴവെള്ള സംഭരണി ഉണ്ടെങ്കിൽ പോലും അവിടെ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചും ആളുകൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ കൃത്യമായി വെള്ളം എത്തുന്നുണ്ടെങ്കിൽ പോലും അത് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന പലപ്പോഴും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം വേങ്ങൂരിൽ സംഭവിച്ചത് എന്താന്ന്. അവിടെ ഈ ഏകദേശം 2 പേര് മരിക്കുന്നൊരു സാഹചര്യമായി, 2 പേർ മരിച്ചു, ഗുരുതരമായി ICUയിൽ പ്രവേശിപ്പിച്ചവരുണ്ട്. അവിടെയും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്തതാണ് ഇങ്ങനെയുള്ള വെള്ളം കുടിച്ച് ഇവിടെ മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ കാരണമെന്ന് ആരോഗ്യ വകുപ്പ് തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും പലയിടങ്ങളിലും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇത് ആരോഗ്യ വകുപ്പിന്റെ ഒരു വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഓരോ
ഓരോയിടത്തും എത്തിക്കുന്ന വെള്ളം അത് എത്രമാത്രം ശുദ്ധമാണ്, അത് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് കുടിച്ചാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നത് യാതൊരുവിധ പരിശോധനയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ആരോഗ്യ വകുപ്പ് ആ സ്ഥലത്തെത്തുന്നതും ജലം പരിശോധിക്കുകയും പിന്നെ ഡബിൾ ക്ലോറിനേറ്റ് ചെയ്യാനൊക്കെ നിർദ്ദേശം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊന്നും വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഈ വേങ്ങൂരിലെയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ നേരത്തെ വിവരങ്ങൾ അറിയിച്ചിരുന്നു, ഈ അറിയിച്ചില്ല എന്നൊരു ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ രീതിയിൽ ഒരു കുട്ടത്തോടെ രോഗബാധ ഉണ്ടായതെന്ന ആരോപണമാണ് നേരത്തെ ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത്. ഇവിടെ യഥാർത്ഥത്തിൽ വീഴ്ച സംഭവിച്ചത് ഈ ഫ്ളാറ്റിന്റെ അസോസിയേഷൻ ഭാരവാഹികൾക്കാണോ, മുനിസിപ്പാലിറ്റിക്കാണോ, ആരോഗ്യവകുപ്പിനാണോ? ഇതിൽ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം മുനിസിപ്പാലിറ്റിക്ക് നൽകിയിട്ടില്ല. ഇന്ന് രാവിലെ മാത്രമാണ്, അല്ല ഇന്നലെ വൈകുന്നേരം മാത്രമാണ് മുനിസിപ്പാലിറ്റിക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്. അതായിക്കോട്ടെ, DMO ആണ് മുനിസിപ്പൽ ചെയർപേഴ്സണെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ തന്നെ ഇവരാരും തന്നെ ഈ വാർത്ത പുറത്തേക്ക് വിടുവാനോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഉള്ളിലേക്ക് കടത്തുവാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം നൽകാനോ ആ അസോസിയേഷൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇത്രയും വിവാദമായതിനു ശേഷം ഉമാ തോമസ് MLA അടക്കം അവിടെ എത്തിയപ്പോൾ മാത്രമാണ് ഇവരൊരു പ്രതികരണത്തിന് തയ്യാറായത് പോലും. എന്തായാലും ഈ സംഭവം ഇവർ ആദ്യം തന്നെ ആരോഗ്യമന്ത്രിയെ വിളിച്ച് അറിയിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ആരോഗ്യമന്ത്രിയാണ് ഈ വിവരങ്ങൾ ആരോഗ്യ വകുപ്പ് കീഴിലുള്ള മറ്റുദ്യോഗസ്ഥരെ DMO അടക്കമുള്ളവരെ വിവരം അറിയിച്ചത്. DMO ആണ് മുനിസിപ്പാലിറ്റിയെ വിവരം അറിയിക്കുന്നത്. അപ്പോഴാണ് മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പോലും അറിയുന്നത്. പിന്നീട് ഉമാ തോമസിനെ അറിയിക്കുകയും ഉമാ തോമസ് ഇവിടെ എത്തി. ഉമാ തോമസ് ആണ് കളക്ടറെ പോലും വിവരം വിളിച്ചറിയിച്ചത്. പിന്നീടാണ് കളക്ടർ DMOയോട് വിവരം ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച തന്നെയാണ് തുടക്കം മുതൽ സംഭവിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ്യിൽ ഒരു വ്യക്തിക്ക് ഇതേ സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായി. അദ്ദേഹം സ്വയം ഈ വെള്ളം ശേഖരിച്ച് കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അതിൽ ഈക്കോളിംഗ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അദ്ദേഹം ഇത് കൃത്യമായ അസോസിയേഷനെ അറിയിച്ചിട്ട് പോലും അവർ നടപടിയെടുത്തില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. മറ്റൊന്ന്, 2 ദിവസത്തിന് മുൻപ് തന്നെ ഈ സംഭവം അറിഞ്ഞിട്ടും ആരോഗ്യ വകുപ്പ് പോലും കൃത്യമായി ഈ വെള്ളം ശേഖരിക്കാനോ പരിശോധന നടത്താനോ ഒന്നും തയ്യാറായില്ല. അതുകൊണ്ട് ഈ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കാക്കനാട്ട് DLF ഫ്ളാറ്റിലാണ് രോഗബാധയെ തുടർന്ന് 350ഓളം പേർ, കൊച്ചുകുട്ടികളടക്കം 350ഓളം പേർ ചികിത്സ തേടിയത്. ഈ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനും അസോസിയേഷൻ ഭാരവാഹികൾക്കും വീഴ്ച ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യം അന്വേഷിച്ച് കണ്ടെത്തണം. കട്ടപ്പന DEO PK മണികണ്ഠനെതിരെ ആരോപണവുമായി അധ്യാപിക രംഗത്ത്. DEOയെ കാണാൻ ചെന്ന അധ്യാപികയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതായാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് ഹൃദ്രോഗബാധിതയായ അധ്യാപിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. അധ്യാപിക പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സാറേ, കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ നിയമനം അംഗീകരിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു ഉച്ചയോടുകൂടി DO ഓഫീസിലെത്തി DO സാറിനെ കാണാനായിട്ട് കയറി. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും തരാതെ എന്നോട് വളരെ മോശമായിട്ടാണ് DO സാറ് സംസാരിച്ചത്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ 2-3 തവണ സാറ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് വയ്യാത്തതാണ്, ടെൻഷനൊന്നും അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ സാർ അതൊന്നും ചെവിക്കൊണ്ടില്ല. സാറ് വളരെ മോശമായിട്ട്, നീ ആരാടി ഇതൊക്കെ അന്വേഷിക്കാൻ വരെ, നിന്നെ ആരാ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതിനൊക്കെയുള്ള പരിഹാരം കാണാൻ എനിക്കറിയാം, നീ ഒന്നും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഇപ്പം തന്നെ ഇതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കും, നീ അങ്ങോട്ട് മാറിയിരിക്കും, എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി ഡെസ്കയിൽ അടിച്ചുകൊണ്ട് ഭയങ്കര ആക്രോശിച്ചുകൊണ്ട് ഇരിക്കടി എവിടെയെന്നും പറഞ്ഞ് എന്നെ ഇരുത്തുകയും എനിക്ക് പെട്ടെന്ന് തല കറങ്ങുകയും പുള്ളി എന്തിനാ എഴുന്നേറ്റെന്ന് പോലും എനിക്ക് സംശയമായി. ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എന്നെ അവിടെ ബലമായിട്ട് പിടിച്ചിരുത്തുകയായിരുന്നു പുള്ളി. അതിനുശേഷം എന്നോട് നീ ഇവിടെ ഇരിക്കും, നിൻ്റെ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് മേലാൽ ഇനി ഓഫീസിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ കാല് തല്ലി ഒടിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുകയും വളരെ
മനുഷ്യത്വപരമില്ലാതെയാണ് എന്നോട് പെരുമാറിയത്. ചാടി എഴുന്നേറ്റ് വിരലും ചൂണ്ടി എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാ വന്നതെന്ന് പോലും എനിക്ക് പേടിയായിപ്പോയി. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോരാൻ, ഒരു ഗുഡ്സ് പോലത്തെ ഒരു റൂമായതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോരാനും സാധിച്ചില്ല. പെട്ടെന്ന് എനിക്ക് തല കറങ്ങി ഞാൻ ബോധം കെട്ട് വീഴുമായിരുന്നു. അത് കഴിഞ്ഞ് ഓഫീസ് സ്റ്റാഫിനും ആരെയൊക്കെ വിളിച്ച് എന്നെ അവിടുന്ന് മാറ്റാൻ പറയുകയായിരുന്നു. ഈ അധ്യാപിക പറയുന്നതനുസരിച്ച് വളരെ മോശമായിട്ടാണ് ഈ കട്ടപ്പന DO പെരുമാറിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്? തീർച്ചയായും പോലീസ് അന്വേഷണമുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയടക്കം അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണമാണ് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടത്. പക്ഷേ നമുക്ക് ഈ അധ്യാപികയുടെ മൊഴി വിശ്വസിക്കുകയാണെങ്കിൽ, അധ്യാപികയുടെ മാത്രമല്ല വിവിധ സംഘടനകളുടെ, അധ്യാപക സംഘടനകളുടെ അടക്കം മൊഴി വിശ്വസിക്കുകയാണെങ്കിൽ, ഈ DO PK മണികണ്ഠൻ പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം വളരെ മോശമായി ഇത്തരം അധ്യാപകരോടും മറ്റുദ്യോഗസ്ഥരോടും ഒക്കെ പെരുമാറുന്ന ഒരാളാണ് എന്ന വിവരമാണ്. ഇയാൾക്കെതിരെ DDക്ക് മുന്നിൽ നിരവധി പരാതികൾ ഇതിനകം തന്നെയുണ്ട്. ഒരു സ്കൂള് തന്നെ ഇയാൾക്കെതിരെ പരാതി നൽകി കൊണ്ട് ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മോശം പെരുമാറ്റമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമാനമായ ഘടകം. പ്രത്യേകിച്ച് ഈ അധ്യാപികയോട് തട്ടിക്കയറുന്ന സമയത്ത് അവർ ചൂണ്ടിക്കാട്ടിയെന്നാണ് പറയുന്നത്. തനിക്ക് താനൊരു രോഗിയാണ് എന്നടക്കം ചൂണ്ടിക്കാട്ടിയെങ്കിലും പക്ഷെ അതിനെതിരെ വളരെ ആക്രോശിച്ചുകൊണ്ട് അവരോട് പെരുമാറുന്ന രീതിയാണ്. സ്ത്രീ എന്ന പരിഗണന ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അവിടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം, ഈ DO PK മണികണ്ഠനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം പാലക്കാട് ഒരു അധ്യാപകനായിരുന്നു. അതിനുശേഷം KAS എഴുതി പാസ്സായിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് അദ്ദേഹം എത്തിയത്. അതിനുശേഷം പല അനുഭവങ്ങൾ ഈ ഇത്തരക്കാർക്ക് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് അതാണ് ശ്രീജിത്ത്. ഇതിനു മുൻപും പലർക്കെതിരെയും, പല ഉദ്യോഗസ്ഥർക്കെതിരെയും അധ്യാപകർക്കെതിരെയും ഈ DO മോശമായി പെരുമാറിയെന്ന പരാതികളൊക്കെ ഉണ്ട്. ഇതിനു മുൻപ് ഇത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്ക് വിധേയനായിട്ടുള്ള വ്യക്തിയാണോ ഇദ്ദേഹം? അത്തരം വിവരങ്ങൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. ഇതൊരു വാർത്തയാകുകയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഇതാദ്യമായിരിക്കാം എന്ന് കരുതുകയാണ്. എന്തായാലും ഇത്തരം അങ്ങനെ ഒരാളായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഒരുപക്ഷെ ഭരിക്കുന്ന ഭരണാനുകൂല സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ആളാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. കാരണം പലയിടത്തും അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന നടപടിയൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ അധ്യാപിക CRHS ഇരട്ടയാർ, അത് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിലെ ഒരു സ്കൂള് കൂടിയാണ്. അവർ ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധത്തിൽ പങ്കാളികളായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇടുക്കിയിലാണ് സംഭവം. ഈ അധ്യാപിക കോട്ടയം സ്വദേശിനിയാണ്. മാത്രമല്ല ഇവിടെയാണ് ഒരു ആശുപത്രിയിൽ അവർ ചികിത്സ തേടുകയും ചെയ്തിട്ടുള്ളത്. പെട്ടെന്നുണ്ടായ ഒരു മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് അവിടെ തളർന്നു വീഴുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. DO ഓഫീസിലുള്ളവർക്ക് പോലും ഇയാൾക്കെതിരെ പരാതിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോശം പെരുമാറ്റം എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എന്തുകൊണ്ട് ഇക്കാര്യത്തിലെങ്കിലും ഇപ്പോൾ ഒരു പോലീസ് കേസ് ആകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് ഇവിടെ വന്ന മൊഴിയൊക്കെ അധ്യാപികയുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സ്വാഭാവികമായുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന DO PK മണികണ്ഠനെതിരെയാണ് ആരോപണവുമായി അധ്യാപിക രംഗത്തെത്തിയത്. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണമാണ്. വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. മനു, അജിൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവർ 2 പേരും ജയയെ മർദ്ദിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഇനി പിടിയിലാകാനുള്ളത് മറ്റ് 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ജയയുടെ ബന്ധു ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ജയയുടെ ബന്ധുവായിട്ടുള്ള യുവതിയും ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ ദിവസം ഈ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് ജയയുടെ ബന്ധുവിനെയും ഭർത്താവിനെയും പോലീസ് പിടികൂടിയിരുന്ന ഒരു കൊട്ടേഷൻ ആക്രമണമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ പിടിയിലായ 2 പേരും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണോ?
ടോം, പിടിയിലായ രണ്ടുപേരും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ്. മനു, അജിൻ എന്ന് പറയുന്നവരും ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെയാണ്. 4 പേരടങ്ങുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇത് ഉള്ളത്. ഇപ്പോൾ 2 പേരെ കൂടി പിടികൂടിയിരിക്കുന്നത്. ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. അതിൽ ഒന്ന് ഇപ്പോൾ നേരത്തെ പിടിയിലായിട്ടുള്ള പ്രിയങ്ക എന്ന് പറയുന്നത്. പ്രിയങ്ക മർദ്ദനമേറ്റ ജയയുടെ പിതൃ സഹോദരിയാണ്. അവരാണ് ഈ കൊട്ടേഷൻ നൽകിയതായിട്ട് പറയുന്നത്. അവരുടെ ഭർത്താവ് സജേഷിനെയും ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത ആളെയുമാണ്, കൊട്ടേഷൻ സംഘാംഗത്തെയുമാണ് ഇനി പിടിയിലാകാനുള്ളത്. സജേഷ് തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോവുകയായിരുന്നു. നേരത്തെ പിടിയിലായിരുന്നത് സജേഷിൻ്റെ ഭാര്യ പ്രിയങ്കയും അതോടൊപ്പം തന്നെ സജേഷിൻ്റെ വാഹനത്തിലെ ജീവനക്കാരനായിരുന്ന മിഥുൻ ദാസിനെയുമാണ് പിടികൂടിയിട്ടുള്ളത്. മിഥുൻ ദാസ് വഴിയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളിലേക്ക് ഇവർ എത്തിയത് എന്നാണ് സൂചന. ഏതായാലും മറ്റ് 2 പ്രതികൾ കൂടി ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് ഞാറക്കൽ സിയെ പറയുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായിട്ട് തന്നെ തുടരുകയാണ്. ഇവർ തമ്മിലുള്ള തർക്കമാണ്. അവർ തമ്മിൽ നേരത്തെയും തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോട് നടത്തിയ ചർച്ചകളൊന്നും വിജയിക്കാതെ വന്നതോടെയാണ് ഈ വഴിയിലേക്കെല്ലാം തിരിഞ്ഞത്. ഇങ്ങനെ ജയെ ഒരു ഓട്ടം വിളിച്ചു കൊണ്ടുപോയി, ഓട്ടോറിക്ഷ ഓടുന്നതിന് വേണ്ടി വിളിച്ചു കൊണ്ടുപോയി അപായപ്പെടുത്തുന്നതിന് വേണ്ടി, മർദ്ദനമേൽപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശ്രമം. ഇതിന് നേരത്തെ തന്നെ കൊട്ടേഷൻ കൊടുത്തിരുന്നു. അതിൽ ഒരു തവണ അവർ വൈപ്പിൻ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിക്കാനായിട്ട് എത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവർ ഓട്ടോയിലേക്ക് കൃത്യമായി ഇവർക്ക് കയറാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഇവരെ ഓട്ടത്തിന് വേണ്ടി ഇതിലേക്ക് വരികയും 4 സംഘം ഇവരെ ആ ബീച്ചിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് മാരകമായിട്ട് ഇവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അവർ വാരിയിലും നട്ടലിലും എല്ലാം തന്നെ വലിയ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്. അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണത്തിൽ പോലീസിന് ഇതൊരു കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയ ഒരു കൃത്യമാണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ ഒരു രീതിയിലെല്ലാം വെച്ചുകൊണ്ട് പിന്നീട് ഇത് ആര് നൽകിയതെന്നത് ജയെ കൃത്യമായി വിവരങ്ങൾ മൊഴിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു. ഇവരുമായിട്ട് അടുത്ത ബന്ധുക്കളുമായിട്ട് തർക്കം നിലനിന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതിൽ നിന്നാണ് പോലീസ് ഈ ഒരു ഊഹത്തിലേക്ക് എത്തുകയും അത് കൃത്യമായിട്ട് തന്നെ ഇവർ തന്നെ നടത്തിയതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ആ സംഘങ്ങളിൽ ഇനി 2 പേർ കൂടി പിടികിട്ടാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ജയയുടെ ചികിത്സയും ആശുപത്രിയിൽ തുടരുകയാണ്. അതെ ഡാനി, 2 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഈ ജയയെ ആക്രമിച്ചത് അത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. കൊട്ടേഷൻ നൽകിയത് ജയയെ കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നോ? ടോം, നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഇവരെ മാരകമായി തന്നെ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ ക്ഷതമേൽപ്പിക്കുക എന്നത് ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയും ഈ ഒരു കാര്യത്തിൽ ഇവരുമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങളുണ്ട്. അത് വസ്തു സംബന്ധമായ അടക്കമുള്ള തർക്കങ്ങളുണ്ട് എന്ന് ചില സൂചനകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാക്കുക, ഒന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് തീരുമാനമുണ്ടാക്കുക എന്നതടക്കം ഇവർ ലക്ഷ്യമിട്ടിരുന്നു. ഇവരെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുക എന്ന രീതിയിലേക്കെല്ലാം തന്നെയാണ് അവർ ആ സംഘം ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനു വേണ്ടിയായിരുന്നു സജേഷ് ഇവരോട് ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത് അവരെ കാര്യമായിട്ട് തന്നെ അവരെ പരിക്കേൽപ്പിക്കുമെന്ന് തന്നെയാണ്. നേരത്തെയും ഇവരുമായിട്ട് ശത്രുതയിലായിരുന്നു, വഴക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ വഴക്കാണ് ഇങ്ങനെ ഈ രീതിയിൽ തീർക്കാൻ തീരുമാനിച്ചത്. കാര്യമായി അവരെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്നതിനപ്പുറം അവരെ മുറിപ്പെടുത്തുക, രീതിയിൽ ക്ഷതമേൽപ്പിക്കുക എന്നത് തന്നെയായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. അതിനുവേണ്ടിയായിരുന്നു ഈ ഒരു കൊട്ടേഷൻ നൽകിയതുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ അവർക്ക് ഇവരിൽ നിന്ന് ചവിട്ടുമിടിയും എല്ലാം തന്നെ ഏറ്റിട്ടുണ്ട്. വലിയ രീതിയിൽ അവർക്ക് ക്ഷതമേറ്റിട്ടുണ്ട്, നട്ടലിനും വാരിയലിനും എല്ലാം തന്നെയും. എന്തായാലും 2 പ്രതികൾ കൂടിയാണ് ഇനി പിടിയിലാകാനുള്ളത്. അത് ഒന്ന് പ്രിയങ്കയുടെ ഭർത്താവ് സജേഷാണ് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ച കേസിലാണ് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട 2 പേർ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.